ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാം. നമുക്ക് ചോട്ടാ മുംബൈയെ കുറിച്ച് ആദ്യം സംസാരിക്കാം. ചോട്ടാ മുംബൈ റീ റിലീസ് ആയിട്ട് 3 ദിവസമായി. 3 ദിവസം കൊണ്ട് ഏകദേശം 2 കോടി രൂപയ്ക്കകത്ത് കളക്ഷൻ നേടാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. കാരണം ആദ്യത്തെ ദിവസം വെറും 35 ലക്ഷം രൂപ നേടിയ സിനിമയ്ക്ക് രണ്ടാമത്തെ ദിവസം 72 കോടി രൂപയ്ക്ക് 72 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കളക്ട് ചെയ്യാൻ സാധിച്ചു. മൂന്നാമത്തെ ദിവസം ഏകദേശം 1 കോടി രൂപയ്ക്ക് അടുപ്പിച്ച് കളക്ഷൻ വന്നിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അതായത് ഞായറാഴ്ച കൂടെ ആയിരുന്നു. അപ്പം 3 ദിവസം കൂടി ചേർത്ത് ഏകദേശം 2 കോടി രൂപയ്ക്ക് താഴെ കളക്ഷൻ നേടിയിട്ടുണ്ട്. പക്ഷേ ഒരു റീ റിലീസ് സിനിമ എന്ന് സംബന്ധിച്ചിടത്തോളം സിനിമയുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു നല്ല പുതിയ സിനിമ ഇറങ്ങിയാൽ പോലും, ചിലപ്പോൾ ഒരു മോഹൻലാൽ സിനിമ അല്ലാത്ത ഒരു നോർമൽ സിനിമ ഇറങ്ങിയാൽ പോലും ഈ 2 കോടി രൂപ 3 ദിവസം കൊണ്ട് കിട്ടണമെന്നില്ല ഒരു ആവറേജ് സിനിമയ്ക്ക്. പക്ഷെ ഇത് റീ റിലീസായി, അതായത് ഏകദേശം 10-18 വർഷം മുമ്പ് ഇറങ്ങിയ സിനിമ ഇപ്പൊ റീ റിലീസ് ചെയ്ത് ഇത്രയും കോടി രൂപ 2 കോടി രൂപ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. ഈ സിനിമ എങ്ങനെ പോലും ഒരു 10-40-50 ലക്ഷം രൂപയ്ക്ക് അകത്ത് ഇതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഇതിന്റെ റീ റിലീസിനായി കാണുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് അത്രത്തോളം ഒരു ഇതില്ലായിരുന്നു. കാരണം ഒരു ക്ലിയർ ആക്കി എടുക്കാനുള്ളതൊന്നും ഇല്ല. കാരണം ആ സിനിമ നല്ല രീതിയിൽ തന്നെയായിരുന്നു അത് അന്നേ ഷൂട്ട് ചെയ്ത് വെച്ചത്. ഇപ്പം ചെറിയ രീതിയിൽ 4K ആക്കി എഡിറ്റ് ചെയ്തതേ ഉള്ളൂ, അല്ലാതെ വേറെ രീതിയിലുള്ള വലിയ ചിലവുകളൊന്നും വരാനില്ല. അപ്പൊ ഇത് എങ്ങനെ പോലും ഈ സിനിമ 2 കോടി രൂപ കിട്ടിയാൽ പോലും ഈ സിനിമ ലാഭമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ചിലപ്പോൾ ഈ സിനിമയ്ക്ക് കളക്ഷൻ കുറയാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു റീ റിലീസ് സിനിമയാണ്. അപ്പം റീ റിലീസ് സിനിമയ്ക്ക് അതിൻ്റെതായിട്ടുള്ള കളക്ഷൻ ഇടിവ് ഉണ്ടാകും. ആദ്യത്തെ തിങ്കളാഴ്ച തൊട്ട് തന്നെ ഇടിവ് തുടങ്ങും. കാരണം ഫസ്റ്റ് റിലീസ് ഡേറ്റിന് പോലും 35-37 ലക്ഷം രൂപ മാത്രം കളക്ട് ചെയ്ത സിനിമയ്ക്ക് ഇനി ആദ്യത്തെ തിങ്കളാഴ്ച എത്ര കോടി രൂപ എത്ര അല്ല 37 ലക്ഷം രൂപ കളക്ട് ചെയ്ത സിനിമയ്ക്ക് ആദ്യത്തെ തിങ്കളാഴ്ച എത്ര ലക്ഷം രൂപ കളക്ട് ചെയ്യാൻ പറ്റും? ഒരു 20 ലക്ഷം രൂപ കളക്ട് ചെയ്താൽ പോലും ഇതിന് ഒരു റണ്ണ് ആവശ്യപ്പെട്ടൊരു, അല്ലെങ്കിൽ അതിന് പറ്റിയ രീതിയിലുള്ള ഒരു റണ്ണ് കിട്ടുന്നുണ്ടെന്ന് വേണം നമുക്ക്. ഒരു 20 ലക്ഷം രൂപ കിട്ടിയാൽ പോലും നമുക്ക് പറയാം. ഇതൊരു റീ റിലീസ് സിനിമയാണെന്ന് കൂടെ ഓർക്കണം. അതൊരു 20 ലക്ഷം രൂപ ആദ്യത്തെ തിങ്കളാഴ്ച കിട്ടി എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പൊ ഇന്ന് തിങ്കളാഴ്ചയാണ്. അപ്പൊ ഇന്ന് അറിയാം ആ സിനിമയുടെ പോക്ക് എങ്ങോട്ടാണ്. ഇതുവരെ 2 കോടി രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യ ദിവസം 37 ലക്ഷം രൂപ കിട്ടിയെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് തിങ്കളാഴ്ച ഒരു 20 ലക്ഷം രൂപ കിട്ടുന്നത്. അതൊരു മോശം സംഖ്യ ആയിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു റീ റിലീസിന് അത് 18 വർഷങ്ങൾക്ക് ശേഷം റീ റിലീസ് ചെയ്ത് വരുന്നത് വലിയ, നമുക്കിപ്പം അത് കാണണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചിരിക്കേണ്ട കാര്യമില്ല. കാരണം അതിന് നല്ല ക്ലിയർ ആയിട്ടുള്ള പ്രിന്റ് അവൈലബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നിട്ട് പോലും ഇത്രയും രൂപ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലാലേട്ടന്റെ ഒരു ഫാൻ ബേസും തിയേറ്ററിൽ ആ ഒരു സിനിമ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ആൾക്കാരുടെ കൊതിയുമാണ് നമുക്ക് ഈ ഒരു 2 കോടി രൂപ 3 ദിവസം കൊണ്ട് കളക്ട് ചെയ്തതെന്ന് പറയുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പിന്നെ അടുത്ത വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പം കൃഷ്ണകുമാറിന്റെ മകളുടെ വിഷയമൊക്കെ ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം നമ്മൾ അതിനെക്കുറിച്ചൊന്നും വീഡിയോകളൊന്നും ചെയ്യുന്നില്ല. നമ്മൾ ഈ സിനിമ റിലേറ്റഡ് വാർത്തകളാണ് വരുന്നത്. പുള്ളി സിനിമയിൽ ബന്ധപ്പെട്ട ആളാണെങ്കിൽ പോലും നമ്മൾ അത് അങ്ങനത്തെ ഒരു പേഴ്സണൽ ഇഷ്യൂസ് അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചൊന്നും ചെയ്യാറില്ല. പിന്നെ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലേഡീസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഇവരെ അക്കൗണ്ടിലോട്ട് പൈസകൾ തിരിമറി ചെയ്യുന്നതെന്ന് ഇവർ പറയുകയുണ്ടായി. അപ്പോൾ അത് പോലീസിന് ക്ലിയർ ചെയ്യണമെങ്കിൽ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. ഇവരിപ്പം ഈ പ്രഗ്നൻസി ടൈമിലാണ് ഈ തുടങ്ങിയെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനു മുമ്പും ഇവർ വർക്ക് ചെയ്തിട്ടുള്ള സ്റ്റാഫുകളാണ്. അപ്പോൾ അവരെ അക്കൗണ്ട് അന്ന് ചെക്ക് ചെയ്താൽ മതിയായിരിക്കും. അന്നത്തെ ഡേറ്റ് വെച്ചിട്ട് ചെക്ക് ചെയ്താൽ മതി. അപ്പോഴും ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നോ, അതോ ഈ പ്രഗ്നൻസി ടൈമിന് ശേഷമാണോ ഇത് സംഭവിച്ചതെന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു ടാക്സ് ഇഷ്യൂ കൊണ്ടാണോ അത് ചെയ്തതെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവും. അല്ലാതെ ചുമ്മാ കിടന്ന് തള്ളി തള്ളി എനിക്ക് തോന്നുന്നില്ല ഈ പെൺപിള്ളേരുടെ ഭാഗത്ത് ഒരു ന്യായവും ഇല്ല. കാരണം അവര് കൃഷ്ണകുമാറിന്റെ മകള് പറയുന്നതെല്ലാം കറക്റ്റാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇവരെക്കാളും ഈ കൃഷ്ണകുമാറിന്റെ മകളെക്കാളും ബിസിനസ് അറിയാന്നുള്ള 3 പെൺപിള്ളേരാണ് ഇവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ബിസിനസ് ചെയ്യുന്നത്. കാരണം കത്ത് വെച്ച് തന്നെ ഇവർ വലിയ ബിസിനസ് നടത്തിയിരിക്കുകയാണ്. ഇവര് പോലും അറിഞ്ഞിട്ട് ബിസിനസ് ഇത്രത്തോളം ഡെവലപ്പ് ചെയ്തെടുത്തുന്നുള്ള കാര്യം അത് ഈ 3 പിള്ളേരുടെ ക്രെഡിറ്റ് തന്നെയാണ്. കാരണം അവർ ഈ ബിസിനസ് ഇത്രത്തോളം വളർത്തിയെടുത്ത് ഇവരറിയാതെ കച്ചവടം ചെയ്തും കഴിഞ്ഞു. ഇവർ വിചാരിച്ചില്ല ഇത്രത്തോളം കച്ചവടമുള്ള ഒരു സ്ഥാപനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പോലും. ഇത്രയും ഒരു കച്ചവടമുള്ള ഒരു സ്ഥാപനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പോലും കൃഷ്ണകുമാറിന്റെ മകൾക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല. പക്ഷെ ഇവര് അത് അത്രത്തോളം മാർക്കറ്റ് ചെയ്ത് അത്രത്തോളം അവന്റെ മൊത്തം രീതിയിലുള്ള ബിസിനസ് ഒരു മാറ്റി മറിച്ചാണ്. അവർ ഇത്രയും ഒരു 69 ലക്ഷം രൂപ കടത്തണമെങ്കിൽ കോടികളുടെ ബിസിനസ് വേണം. അത് ഇവര് ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് കോടികളുടെ ബിസിനസ് ഇവർ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഈ 3 പിള്ളേരുടെ ബിസിനസ് മൈൻഡ് നമ്മൾ ചിന്തിക്കണം. 3 പിള്ളേരും ബിസിനസ്സിന് ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. അത് പക്ഷെ ഓണർ അറിയാത്തത് ഓണറിന്റെ കൂടെ മിസ്റ്റേക്കാണ്. ഇത്രത്തോളം ഞാൻ ചെയ്യുന്ന ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഇത്രയും കച്ചവടം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇവരത് ഇമ്പോർട്ടാണ് ചെയ്യുന്നത്. ഇത്രയും വലിയ ഒരു അമേരിക്കയിലോട്ട് ഈ സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്ത് ബിസിനസ് ചെയ്യുന്ന ഒരു ഫേമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്റെ സ്ഥാപനം എന്ന് തിരിച്ചറിയാൻ കഴിയാത്തത് ഈ നമ്മുടെ കൃഷ്ണകുമാറിന്റെ മകളുടെയും കൂടെ തെറ്റാണെന്ന് നമുക്ക് പറയേണ്ടി വരും. മോഷണവും പിടിച്ചുപറിയൊക്കെ തെറ്റ് തന്നെ, പക്ഷെ അവരത് ചെയ്ത എല്ലാം തെറ്റ് തന്നെ. പക്ഷെ ഈ ഒരു ഓണർ എന്ന നിലയിൽ കമ്പനിയുടെ അക്കൗണ്ട്സ് ചെക്ക് ചെയ്യാനുള്ള 1 വർഷം കൊണ്ട്, അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട അവരുടെ ഭർത്താവുണ്ടല്ലോ, ആരെങ്കിലും ഒരാൾ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ അധികാരപ്പെട്ട ഒരാൾ വന്ന് ചെക്ക് ചെയ്യണമായിരുന്നു. ആ സ്ഥാപനത്തിൽ ഇത്രയും വളർത്തിയെടുത്തിരിക്കുകയാണ് ആ 3 പെൺപിള്ളേർ നമുക്ക് പറയേണ്ടി വരും. കാരണം
അത്രത്തോളം ഈ സ്ഥാപനത്തിന് ഇപ്പൊ പേര് കിട്ടിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഇതിനെ ഇത്രയും വലിയൊരു സ്ഥാപനമാക്കി ഡെവലപ്പ് ചെയ്ത് കോടികളുടെ കച്ചവടം നടത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. എങ്കിൽ മാത്രമേ 69 ലക്ഷം രൂപ ഇവർക്ക് കിട്ടുള്ളൂ. കോടികളുടെ ബിസിനസ് അവരറിയാതെ ഇവരുടെ സ്ഥാപനത്തിൽ ഇവരുടെ സാധനങ്ങളും ഇവരുടെ ഫെസിലിറ്റീസും വെച്ച് നടത്തിയിരിക്കുന്നുവെങ്കിൽ ആ പെൺപിള്ളേരുടെ ബുദ്ധിയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഏത് രീതിയിലായിരിക്കും അവര് പറഞ്ഞാൽ നീ അമേരിക്കയിലോട്ടൊക്കെ സാധനം എക്സ്പോർട്ട് ചെയ്ത് ഇത്രയും വലിയ ബിസിനസ് ആക്കിയ കാര്യം ഇപ്പോഴാണ് ഇവർ തിരിച്ചറിയുന്നത്. എന്റെ സാധനങ്ങൾ ഇങ്ങനെ അമേരിക്കയിലൊക്കെ പോയിട്ടുണ്ട്. അവർ പറയാണ്, ഞാൻ അറിഞ്ഞില്ല ഇത്രയും വലിയൊരു ബിസിനസ് സ്ഥാപനമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 69 ലക്ഷം രൂപയുടെ കള്ളത്തനെ മാത്രം നടത്തിയെങ്കിൽ അത് കോടികളുടെ ബിസിനസ് ആയിരിക്കുകയാണ് ആ സ്ഥാപനം. അപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോഴത്തേക്കും നമ്മള് കൂടുതലൊന്നും പറയുന്നില്ല. പോലീസിൽ അന്വേഷിക്കും ഈ 3 പ്രതികൾ അല്ലെങ്കിൽ കുറ്റവാളികൾ എന്ന് തന്നെ പറയണം. ഇവർക്ക് മാന്യമായിട്ടുള്ള ശിക്ഷ ലഭിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടാം. അപ്പൊ നന്ദി, നമസ്കാരം.